കീഴ്പ്പെട്ടുള്ള പരിശുദ്ധ ഇസ്ലാം അറിയുന്ന ഒരാൾക്കും വണ്ടി അടവിട്ട് വാങ്ങുന്നത് ഒരു നിലക്കും ഇസ്ലാമികമാണ്, പലിശയിൽ നിന്ന് രക്ഷപ്പെടുന്നു ഒരാൾക്കും തെളിയിക്കാൻ കഴിയില്ല. ചില ആൾക്കാരൊക്കെ വണ്ടി വാങ്ങിയാൽ ചോദിക്കും, ഞാൻ അല്ല നിങ്ങൾ ഈ വണ്ടി എവിടുന്ന് വാങ്ങിയത്? ഞാൻ അറിയുന്ന ആൾക്കാരും എല്ലാവരും ചോദ്യം ചെയ്യാൻ പറ്റില്ലല്ലോ. നിങ്ങൾ ഈ വണ്ടി വാങ്ങിയത് എങ്ങനെയാണ്? പൈസ ഫുള്ള് അടച്ചിട്ടാണോ അതല്ലെങ്കിൽ ലോൺ ഇട്ടിട്ടാണോ നിങ്ങൾ ക്യാഷ് ഈ വണ്ടി വാങ്ങിയത് ചോദിക്കുമ്പോൾ അതിനൊക്കെ മസലുണ്ട്. ഒരു മസലില്ല, ഒരു മസലയുമില്ല. ഞാൻ വെല്ലുവിളിക്കാണ്, ഒരു ഉസ്താദും ലോൺ ഇട്ട് വണ്ടി വാങ്ങാൻ ഹലാലായ രൂപത്തിൽ പലിശയില്ലാത്ത ഒരു ലോണും നമ്മളെ നാട്ടിലില്ല. വേറെ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും. നമ്മളെ ഇന്ത്യ രാജ്യത്തുള്ള ബാങ്ക് ലോണുകൾ ഒരു ഉറുപ്പ്യം പലിശ ഇല്ലാത്തൊരു ലോണും ഇല്ല. ചില ഉസ്താദുമാരുടെ പ്രസംഗത്തിലൊക്കെ അടവിട്ട് വാങ്ങാം പലിശയില്ല എന്ന് പ്രസംഗമുണ്ട്. അതിന് ഡിമാൻഡ് വേറെയാണ്. അത് നമ്മളെ നാട്ടിലെ പലിശ അല്ല. എന്നോട് എന്റെ പ്രസംഗത്തിൽ തന്നെ ഒരാൾ എഴുതി, നിന്നെ ഉസ്താദിന്റെ പ്രസംഗത്തിലുണ്ട്. ആ ഉസ്താദ് എന്നെക്കാളും വലിയ ആളാണ്. ഞാൻ വലിയ ആളായിട്ട് പറയല്ല, വലിയ പണ്ഡിതനാണ്, നല്ല കർമ്മശാസ്ത്രത്തിൽ നല്ല അവഗാഹം നേടിയ ആളാണ്. ആ ഉസ്താദ് പറഞ്ഞു, ഞാൻ ഈ പറഞ്ഞ വിഷയമല്ല, ലോൺ ഇട്ട് വാങ്ങാൻ തന്നെ ഇപ്പം മുനപ്പുറത്തങ്ങളെ കയ്യിൽ ഒരു 2 ലക്ഷം റുപ്യന്റെ ഫോണിട്ടുണ്ട്. ഈ ഫോണ് എനിക്ക് അത് വാങ്ങാം. ഈ ഫോണ് ഞാൻ വാങ്ങിയാൽ തങ്ങൾ പറയാണ്, നിങ്ങൾ മാസം 10,000 റുപ്യ വെച്ച് തന്നാൽ നിങ്ങൾ ഈ ഫോൺ എടുത്തോളി എന്ന് പറഞ്ഞാൽ ആ അടവ് പറ്റും, അതിന് കുഴപ്പമില്ല. അത് തങ്ങളിത് പറയുന്നത് 3 ലക്ഷത്തിന് എനിക്ക് വാങ്ങാം, ഞാനത് സ്വീകരിക്കുകയാണെങ്കിൽ. പക്ഷേ തങ്ങൾ പറയാണ്, മാസത്തിൽ എനിക്ക് 10 റുപ്യ കിട്ടണം, ഒരു മാസം തെറ്റിയാൽ നിങ്ങളൊരു 313 റുപ്യ ബദരീങ്ങളെ നമ്പർ എനിക്ക് എക്സ്ട്രാ നിങ്ങൾ തരണം. ആ പ്രശ്നമാണ്. അത് 313 പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇനി 756 ഞാൻ കൂട്ടിന്ന് വിചാരിച്ചോളി, എന്നാലും കാര്യമില്ല. ആ ഡിമാൻഡാണ് ഇവിടെ വഷളാക്കി കളയുന്നത്. അതില്ലെങ്കിൽ ഇവിടുത്തെ ബാങ്കുകാർക്ക് എന്ത് രക്ഷയുള്ളത്?